ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷിഫ്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. വ്ളോഗ് ചെയ്യാനും ഒരു റീസൺ ഉണ്ട്. അതായത് എൻ്റെ ഒരു നൈബർ ഫ്രണ്ട്, അവളുടെ മാരേജ് ആണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒരു മെഹന്തി ഡിസൈൻ ആയിരുന്നല്ലോ. അപ്പം അത് കണ്ടിട്ട് അപ്പോഴാണ് അറിയുന്നത് ഞാൻ മെഹന്തി ഇടുന്ന കാര്യം. അപ്പം അവൾ മാരേജ് ആയതുകൊണ്ട് അവൾ പറഞ്ഞു അവൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ആക്ച്വലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഏകദേശം ആ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ മെഹന്തി ഇടുന്ന കാര്യം. പിന്നെ കസിൻസിനൊക്കെ അറിയാം. പക്ഷെ ഇവിടെ അങ്ങനെ ആർക്കും അറിയില്ല. അപ്പം അന്നത്തെ ആ വീഡിയോ കണ്ടതിന് ശേഷം 1-2 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി. അപ്പോൾ അവൾ ഇങ്ങോട്ടൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. സോ അതൊരു വ്ളോഗ് പോലെ അങ്ങ് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് പുതിയൊരു മെഹന്തി ഡിസൈനും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. സോ വീഡിയോ കാണാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഐബ്രോ ഒക്കെ വല്ലാതെ ഇങ്ങനെ പരന്നു വന്നു. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സെൽഫായിട്ട് എങ്ങനെ ഐബ്രോ ഷേപ്പ് ചെയ്യാം. അവളെന്തായാലും വരുന്ന വരെ ഞാൻ ഫ്രീ ആണ്. സോ അപ്പം ആദ്യം അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഐബ്രോ സെൽഫായിട്ട് എങ്ങനെ പ്ലക്ക് ചെയ്യാം അല്ലെ ഷേപ്പ് ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഞാനിവിടെ മുകളിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നേരെ ഡയറക്റ്റ് ആയിട്ട് ആ വീഡിയോയിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഐബ്രോ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. നോക്കൂ, മെഹന്തി ഇടുമ്പോൾ കാണാം. അവൾ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അപ്പോഴേക്കും അനുട്ടനെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ആളെത്തിയിട്ടുണ്ട്. സോ നമുക്ക് കണ്ടാലോ? പറയായോ ഇരുട്ട്. ഓക്കെ, ഇത് അശ്വിനി, ഇതാണ് കേട്ടോ ബ്രൈഡ്, സൂര്യ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വീഡിയോ കാണാം മെഹന്തി. डाटे और बाकी न जमिया खिनाने ले जानिया है बाबा तेरे मेहरा विचो तेरी लाडो परदेसड़ होई है. അനുട്ട പാവട്ട, അവനെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ ഹാൻഡ് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ഹാൻഡിൽ പകുതിയോളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഹാൻഡിലും ഫുള്ളായി ഇട്ടു കേട്ടോ. പക്ഷെ ആക്ച്വലി നമ്മൾ ബാക്ക് ഹാൻഡിലും കൂടി ഇടണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം ഉണ്ടായില്ല. ഇന്ന് ഹൽദിയുടെ ഫംഗ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് വേഗം റെഡി ആവാനൊക്കെ ഉണ്ട്. അപ്പം നാളെ രാവിലെയാണ് ബാക്കി ഇടുന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഫംഗ്ഷന് വന്നിരിക്കുക. അപ്പൊ നമുക്ക് ബ്രൈഡിനെ കണ്ടിട്ട് വരാട്ടോ. അപ്പോ നമ്മുടെ ബ്രൈഡ് ഇവിടെ ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. ഹായ്.
आयो मेरे डाटे यार बाकी ना जमिया किनाने ले जानिया है बाबुल तेरे मेहरा विचों तेरे लाडो परदेसड़ होई है അപ്പോൾ ഞാൻ വേഗം അവിടുന്ന് എസ്കേപ്പായി. വേറെ ഒന്നല്ല, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായി. ഫോട്ടോ സെക്ഷനൊക്കെ വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും അടുത്തിരുന്നപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് ഇമോഷണലായി. അച്ഛനും കരഞ്ഞു. അതുകൊണ്ടപ്പോൾ ഞാൻ ആകെ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി കേട്ടോ. ഈ സത്യം പറയാച്ചിട്ട് ഉപ്പച്ചീനും ഉമ്മച്ചീനൊക്കെ ഓർമ്മ വന്നു. അപ്പോഴേക്കും അവിടെ നിൽക്കാനേ പറ്റില്ല. ഞാൻ ഇത് കണ്ടുകൂടെ വന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വിചാരിച്ച് ഞാൻ വേഗമായിട്ട് വിളിച്ചങ്ങോട്ട് പോന്നു. ഇനി എന്തായാലും നമുക്ക് നാളെ പോകണം. നാളെ എന്തായാലും അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം.